ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ റിവിഷൻ. അതിൽ 7ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് ആണിതെല്ലാം. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് സോഷ്യൽ റിസർച്ച് എന്നുള്ളത് തന്നെയാണ്. അത് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസിൽ വാട്ട് ഈസ് സോഷ്യൽ റിസർച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ സോഷ്യൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് റിസർച്ച്. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ സോഷ്യൽ ഫാക്റ്റ്, അതാണ് റിസർച്ച്. അതുപോലെ എന്താണ് ട്രയാങ്കുലേഷൻ, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഡു യു മീൻ ബൈ ട്രയാങ്കുലേഷൻ? ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിസർച്ചിന് വേണ്ടി മൾട്ടിപ്പിൾ മെത്തേഡ് ഉപയോഗിക്കുന്നു. അതിന് പ്രധാനമായിട്ടും വി യൂസ് 3 മെത്തേഡ്സ് ടു ഇൻ റിസർച്ച് വർക്ക്. അതിലേതൊക്കെയാണ് 3 മെത്തേഡ്? 1 ഒബ്സർവേഷൻ, 2 ഇൻ്റർവ്യൂ, 3 നമ്മൾ സർവേ. ഈ 3 മെത്തേഡ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് മൾട്ടിപ്പിൾ മെത്തേഡ് ദാറ്റ് വി യൂസ് ഇൻ സോഷ്യൽ റിസർച്ച് എന്നതാണ്. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ മെത്തേഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ റിസർച്ചിന് ഒരു മെത്തേഡ് ഉപയോഗിച്ചത് കൊണ്ട് നമുക്കത് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിലധികം മെത്തേഡ് ഉപയോഗിക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ മെത്തേഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ എക്സാമ്പിൾ സഹിതം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സ്കൂളുകൾ വിസിറ്റ് ചെയ്യുകയും ഇൻ്റർവ്യൂ ചെയ്യുകയും സർവേ ചെയ്യുകയും അതുപോലെ തന്നെ അവിടെ ഒബ്സർവേഷൻ ചെയ്യുകയും അങ്ങനെ പല മെത്തേഡ് ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ പലപ്പോഴും ചോദിച്ച് കാണുന്നത് എന്തെല്ലാം ഡിഫിക്കൽട്ടീസാണ് ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ നമ്മൾക്ക് അതിൻ്റെ ഒരു സ്കൂളാണെങ്കിൽ അധികാരികളുടെ അനുവാദം വേണം. അതിനായിട്ട് പെർമിഷന് വേണ്ടി കയറി ഇറങ്ങി നടക്കണം. പിന്നെ അതുപോലെ ക്വസ്റ്റ്യനെയേഴ്സ് പ്രിൻ്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനെയേഴ്സ് മറ്റുള്ളവരിലേക്ക് കുട്ടികളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോലും അവരത് കൃത്യമായ ആൻസർ ചെയ്ത് തിരിച്ച് തരില്ല. അതുമാത്രമല്ല ചിലപ്പോൾ തന്നെങ്കിലും അതിലെ ആൻസേഴ്സ് അവർ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിരിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളാണ്. പണച്ചെലവ്, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പല ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞത്. ഇനി എന്താണ് ഇൻ്റർവ്യൂ മെത്തേഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഒരു ഫാക്റ്റ് അറിയാൻ വേണ്ടി ഒരു വ്യക്തിയോട് നമ്മൾ നേരിട്ട് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ടൈപ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആൻഡ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസൊക്കെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഒബ്സർവേഷൻ മെത്തേഡ്? എന്താണ് നിരീക്ഷണം? നിരീക്ഷണം എന്ന് പറയുമ്പോൾ അവരുടെ നമ്മൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഫാക്റ്റ് ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അതാണ് നമ്മൾ നിരീക്ഷണം. അത് എത്ര ടൈപ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, അതായത് പങ്കാളിത്ത നിരീക്ഷണം, നമ്മൾ അവരിൽ ഒരാളായി താമസിച്ചുകൊണ്ട് നിരീക്ഷണം ചെയ്യുന്നു, ഫാക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു, വസ്തുതകൾ നമ്മൾ കാണുന്നു, അതെല്ലാം നമ്മൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. അതായത് ഒരു വർഷമോ അല്ലെങ്കിൽ അതിലധികമോ വർഷങ്ങൾ അവിടെ താമസിച്ചിട്ട് അവരിൽ ഒരാളായി ഇടപഴകി നമ്മൾ നിരീക്ഷിക്കുന്നതിനെയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെന്ന് ജസ്റ്റ് ഒന്ന് അവരെ കണ്ടു, അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചിട്ട് പോരുന്നതിനെ നമ്മൾ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗുണങ്ങളും ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് സത്യസന്ധമായ രീതിയിൽ നമുക്കത്
കളക്ട് ചെയ്യാൻ സാധിക്കും. ആര് പറഞ്ഞതും തെറ്റായ വിവരങ്ങൾ ശേഖരിക്കാതെ നമുക്ക് നേരിട്ട് അനുഭവത്തിലൂടെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് അതിൻ്റെ മെറിറ്റ്സ് ആണ്. ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ പണച്ചെലവാണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടി വരും. ഇനി എന്താണ് സർവേ എന്ന് ചോദിക്കുന്നുണ്ട്. സർവേ എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ഗ്രൂപ്പിൽ നിന്ന് ഫാക്റ്റ് ശേഖരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്വസ്റ്റിനെയറോ ഒക്കെ സംഘടിപ്പിച്ചിട്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് സോഷ്യൽ സർവേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ലാർജ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഒരു വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ഇതിൽ തന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിനെയർ എന്താണ്? ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞാൽ പ്രീ ലിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണത്. നമ്മൾ ഓൾറെഡി പ്രിൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ ക്വസ്റ്റിനെയർ പറയുന്നു. ക്വസ്റ്റിനെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുക്കും, റെസ്പോണ്ടൻറ്റിന് അത് കൊടുക്കും. കൊടുത്തതിന് ശേഷം അവരോട് തന്നെ ഫില്ല് ചെയ്തിട്ട് തരാൻ പറയും. അതാണ് ക്വസ്റ്റിനെയർ. ഇനി പ്രീ ലിസ്റ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ. അപ്പോൾ ഇത് ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി, ഇൻവെസ്റ്റിഗേറ്റർ, അത് കയ്യിൽ വെച്ച് ആ ചോദ്യങ്ങൾ റെസ്പോണ്ടൻറ്റിനെ, പ്രതികർത്താവിനോട് ചോദിക്കും. അവരുടെ ഉത്തരം അനുസരിച്ച് ഫില്ല് ചെയ്ത് എടുക്കും. ഇതിനെയാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ +2ൻ്റെ എക്സാമിന് വന്നിട്ടുള്ളതാണ്. ആനുവൽ എക്സാമിന് പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിൽ പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കാതെ പോകരുത്.